ഹായ് ഓൾ വെൽക്കം ടു റൈസ് അപ്പ് IAS. നിങ്ങൾ UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രധാനമായിട്ട് കുറേ കോർ സബ്ജക്റ്റുകൾ എടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ പ്രിലിംസിൻ്റെ സിലബസ് എടുത്താലും മെയിൻസിൻ്റെ സിലബസ് എടുത്താലും ചില പ്രധാനപ്പെട്ട മേജർ സബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഏരിയാസ് കുറച്ച് സബ്ജക്റ്റുകൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോർ സബ്ജക്റ്റാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്, ചരിത്രം. ഇപ്പോൾ ചരിത്രം പഠിക്കാതെ UPSC ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നമാണ്. ചരിത്രം ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ്. പക്ഷെ പലർക്കും ഹിസ്റ്ററി പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ഹിസ്റ്ററി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു ചോദ്യം ചോദിച്ചാൽ അതിനെ എങ്ങനെ ഉത്തരം എഴുതണമെന്നും പലർക്കും അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില കൺസേൺസ്, എങ്ങനെ പഠിക്കാം, ഹിസ്റ്ററി എങ്ങനെ പഠിക്കാം എന്നുള്ളത് ഒരു കൺസേൺ ആണ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ കൺസേൺ റിസോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ്റെ അജണ്ട. അതായത് ഈ ഒരു സെഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് യാതൊരു സംശയങ്ങളും ഉണ്ടാവില്ല. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇതൊന്നും പിന്നീട് ഉണ്ടാവില്ല. ആ ഒരു ഗ്യാരണ്ടി ഞാൻ നിങ്ങൾക്ക് തരുന്നു. സോ ഹൗ ടു പ്രിപ്പയർ ഹിസ്റ്ററി ഫോർ UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ. ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് സിലബസ് കാണിച്ചു തരാം. ഓക്കെ, ഹിസ്റ്ററിയുടെ സിലബസ് UPSCയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം തന്നിരിക്കുന്ന സിലബസ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം ഞാൻ പ്രിലിംസിൻ്റെ സിലബസ് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് തിങ് എന്ന് പറയുന്നത് സിലബസ് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത്. ഹിസ്റ്ററിയുടെ കേസിൽ മാത്രമല്ല, ഏതൊരു സബ്ജക്റ്റ് എടുത്താലും ആദ്യം നിങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് പഠിക്കേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കുക. അത് UPSC എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക, UPSCയുടെ സിലബസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. സ്റ്റാർട്ടിങ് വിത്ത് പ്രിലിംസ്. പ്രിലിംസിൻ്റെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ 1-നകത്ത്, ഓക്കെ, പേപ്പർ 1 ഔട്ട് ഓഫ് 200 മാർക്സ് ആണ്. ഈ പേപ്പർ 1-നകത്ത് വൺ ഓഫ് ദി ഏരിയ അവർ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്. എന്തൊക്കെയാണ്? ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്. ഇതാണ് തന്നിരിക്കുന്ന ഫ്രേസ്. ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ആ ഒരൊറ്റ വാക്കേ ഉള്ളൂ, ആ ഒരൊറ്റ വാക്യമേ ഉള്ളൂ, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്. ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അവിടെ എന്തും വരാം, അല്ലേ? ഇപ്പോൾ ഇന്ത്യൻ ചരിത്രം എന്ന് പറയുമ്പോൾ ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി വരാം, മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി വരാം, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി വരാം, വേണമെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചറും ഇതിനകത്ത് കയറി വരാം, അല്ലേ? ആർട്ട് ആൻഡ് കൾച്ചർ, കൾച്ചറലായിട്ടുള്ള ചരിത്രവും വേണമെങ്കിൽ, കൾച്ചറൽ ഹിസ്റ്ററിയും ചോദ്യമായിട്ട് വരാം. അതിൽ തന്നെ സ്പെസിഫൈ ചെയ്ത് ഒരു ടോപ്പിക് വരെ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്. ആക്ച്വലി ദിസ് ഏരിയ ഇസ് പാർട്ട് ഓഫ് മോഡേൺ ഇന്ത്യ. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ടാക്കി പോവാം. സിലബസിനകത്ത് തന്നിരിക്കുന്ന ആ കീ വേർഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ കാര്യമായിട്ട് സിലബസിനകത്തുള്ള ചാപ്റ്റേഴ്സൊക്കെ ഇനി അങ്ങോട്ടുള്ള സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, ഇങ്ങനെയാണ് തന്നിരിക്കുന്ന സിലബസ്. ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് മോഡേൺ ഇന്ത്യയുടെ ഒരു ഭാഗമാണ്. ഇനി മെയിൻസിൻ്റെ സിലബസിലേക്ക് വന്നാലോ. മെയിൻസിൻ്റെ സിലബസ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1. ഓക്കെ, ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, GS 1 ഫസ്റ്റ് പേപ്പറിനകത്താണ് ഹിസ്റ്ററിയുടെ ടോപ്പിക്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹിസ്റ്ററി മാത്രമല്ല GS 1-ലുള്ളത്. നോക്കേ, ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി, ഇതിൻ്റെ കൂടെ ജോഗ്രഫി, സൊസൈറ്റി തുടങ്ങിയ സബ്ജക്റ്റുകളും GS 1-നകത്തുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ആ സിലബസിനകത്ത് മോർ ദാൻ 60%, 60% മുകളിൽ സിലബസ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്സാണ്. അതായത് ഇന്ത്യൻ കൾച്ചർ പ്ലസ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പ്ലസ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോൾട്ടേഷൻ പ്ലസ് വേൾഡ് ഹിസ്റ്ററി. ഇത്രയും ഏരിയാസ് GS 1-നകത്ത് വരുന്നുണ്ട് റിലേറ്റഡ് ടു ഹിസ്റ്ററി. അതായത് മോർ ദാൻ 60% ഓഫ് GS സിലബസ് കവേഴ്സ് ഹിസ്റ്ററി. നോക്കി, സിലബസ് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യൻ കൾച്ചറുമായി ബന്ധപ്പെട്ട ചില ടോപ്പിക്സ്, ദ സാലിയൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ആർട്ട് ഫോംസ്, ലിറ്ററേച്ചർ, ആർക്കിടെക്ചർ ഫ്രം ഏൻഷ്യൻ ടു മോഡേൺ പീരീഡ്. ഏൻഷ്യൻ കാലഘട്ടം മുതൽ, ഏൻഷ്യൻ ഇന്ത്യയുടെ കാലഘട്ടം മുതൽ മോഡേൺ കാലഘട്ടം വരെയുള്ള ആർട്ട് ആൻഡ് കൾച്ചർ ടോപ്പിക്സ് സിലബസിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. ഓക്കെ, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഫ്രം ദ മിഡിൽ ഓഫ് ദി 18th century, 18ാം നൂറ്റാണ്ടിൻ്റെ മിഡിൽ കാലഘട്ടം.
ഓക്കെ, 18th സെഞ്ച്വറിക്ക് ശേഷമുള്ള ചരിത്രമാണ് നമുക്ക് വേണ്ടത്. 18ാം നൂറ്റാണ്ടിൻ്റെ മിഡിൽ, അതൊരു 1750-കൾ മുതൽ, ആ കാലഘട്ടം മുതലുള്ള മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി അൺടിൽ ദ പ്രസൻറ്റ്. അതിനകത്ത് സിഗ്നിഫിക്കൻറ്റ് ഈവൻറ്റുകൾ ഡിസ്കസ് ചെയ്യണം, പേഴ്സണാലിറ്റീസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ മെയിൻസിന് വരാം, സർട്ടൻ ഇഷ്യൂസ് റിലേറ്റഡ് ടു ദ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത ഒരു ഏരിയ പറയുന്നുണ്ട്, മോഡേൺ ഇന്ത്യക്ക് അകത്ത് തന്നെ വരുന്നൊരു ഏരിയ ആണ് ദ ഫ്രീഡം സ്ട്രഗിൾ. നമ്മൾ നാഷണൽ മൂവ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് ദ ഫ്രീഡം സ്ട്രഗിൾ. അതിൻ്റെ പല വേരിയസ് സ്റ്റേജസ് ഡിസ്കസ് ചെയ്യണം. പിന്നെ കോൺട്രിബ്യൂട്ടേഴ്സ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻസ്. നമ്മുടെ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ ഒരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ, ഒരുപാട് ഫ്രീഡം ലീഡേഴ്സ്, നാഷണൽ ലീഡേഴ്സ് ഉണ്ടായിരുന്നു. സോ അവരെക്കുറിച്ച് പഠിക്കണം, അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടേഴ്സ് ആരൊക്കെയാണ്, ഇതെല്ലാം ഡിസ്കസ് ചെയ്യണം. അത് കഴിഞ്ഞ് അവർ തന്നിരിക്കുന്ന ഒരു ഏരിയയാണ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോൾട്ടേഷൻ. നിങ്ങൾക്കറിയാം PIC എന്നൊക്കെ പറയും, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കാലഘട്ടം, എങ്ങനെ ഇന്നത്തെ ഇന്ത്യയായിട്ട് മാറി. ആ ഒരു കാലഘട്ടം വലിയൊരു ലോങ് കാലഘട്ടമാണ്, ഒരു ലോങ് ടെന്യൂർ ആണെന്ന് വേണമെങ്കിൽ പറയാം. സോ എങ്ങനെ ഇന്ത്യക്കകത്തൊരു കൺസോൾട്ടേഷൻ നടന്നു, എങ്ങനെ സ്റ്റേറ്റുകളെ റീഓർഗനൈസ് ചെയ്തു, ഇതെല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ലാസ്റ്റ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് വേൾഡ് ഹിസ്റ്ററി. നോക്കിയേ, പ്രിലിംസിൻ്റെ സിലബസ് നോക്കിയ സമയത്ത് അതിനകത്ത് വേൾഡ് ഹിസ്റ്ററി എന്നൊരു വാക്ക് പോലും നമ്മൾ കണ്ടിട്ടില്ല. ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഇന്റർനാഷണൽ മൂവ്മെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മെയിൻസിൽ വരുമ്പോൾ എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്, വേൾഡ് ഹിസ്റ്ററി ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ, ഹിസ്റ്ററി ഓഫ് വേൾഡ് which includes the events from 18th century, 18ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രം, such as Industrial Revolution, World Wars, First World War ഉണ്ട്, Second World War ഉണ്ട്, redrawal of national boundaries, colonization, decolonization, certain political philosophies like communism, capitalism, socialism, etc. in their and their forms and effects on the society. പക്ഷെ നിങ്ങൾ നോക്കിയേ, ഈ വേൾഡ് ഹിസ്റ്ററിയുടെ ചരിത്രത്തിനകത്ത് ഇത് മാത്രമല്ല ഉള്ളത്. 18ാം നൂറ്റാണ്ട് മുതലെന്ന് പറയുമ്പോൾ ഇത്രയും ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ, അല്ല. അമേരിക്കൻ റവല്യൂഷൻ ഉണ്ടാവും, ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടാവും, റഷ്യൻ റവല്യൂഷൻ ഉണ്ടാവും, കോൾഡ് വാർ പൊളിറ്റിക്സ് ഉണ്ടാവും, പിന്നെ യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി, ജർമ്മനി, ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ റീഡ്രോവൽ ഓഫ് നാഷണൽ ബൗണ്ടറീസ് എന്ന ടോപ്പിക്കിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം ചോദ്യമായിട്ട് വരാം. സിലബസിനകത്ത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല, അമേരിക്കൻ റവല്യൂഷനോ ഫ്രഞ്ച് റവല്യൂഷനോ കൊടുത്തിട്ടില്ല, പക്ഷേ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്താ? അത് മെയിൻസിൻ്റെ സിലബസ് നോക്കിയപ്പോൾ എന്തെല്ലാം ഔട്ട്പുട്ടുകളാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഒന്ന്, വേൾഡ് ഹിസ്റ്ററി മെയിൻസിനെ ഉള്ളൂ എന്ന് മനസ്സിലായി അല്ലേ, പ്രിലിംസിന് വേൾഡ് ഹിസ്റ്ററി എന്ന് ക്വസ്റ്റ്യൻസ് വരില്ല. ഇനി ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി, മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, ഈ രണ്ട് ഭാഗത്തെ കൾച്ചറൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദ്യത്തിൽ വരുള്ളൂ. പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരത്തില്ല, കാരണം സിലബസിനകത്ത് പറയുന്നില്ല ദ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ഏൻഷ്യൻ ആൻഡ് മിഡീവൽ പീരീഡ് എന്നൊരു പോയിൻ്റ്, എന്നൊരു സ്റ്റേറ്റ്മെൻറ്റേ നമ്മുടെ സിലബസിനകത്തില്ല. കൾച്ചറാണ്, കൾച്ചർ, ദ സാലിന്റ് ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ ഫ്രം ഏൻഷ്യൻ ടു മോഡേൺ എന്നാ പറയുന്നത്. സോ ഓൺലി ദ കൾച്ചറൽ പാർട്ട് ഇസ് നീഡഡ്. ഇപ്പം അക്ബറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അക്ബറിൻ്റെ റിലീജിയസ് പോളിസീസ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം റിലീജിയൻ ഇസ് പാർട്ട് ഓഫ് കൾച്ചർ. അശോകയെ കുറിച്ച് പറയുമ്പോൾ അശോകയുടെ ബുദ്ധിസ്റ്റ് പോളിസീസ്, ബുദ്ധിസ്റ്റ് ധമ്മ, അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ വരാം. കൃഷ്ണദേവരായ എന്ന രാജാവിനെ കുറിച്ച് പറയുമ്പോൾ കൃഷ്ണദേവരായയുടെ കൾച്ചറൽ കോൺട്രിബ്യൂഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ബട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കോൺട്രിബ്യൂഷൻസോ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസോ ക്വസ്റ്റ്യനിൽ വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ സിലബസ് കാണുമ്പോൾ എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്ന് ആദ്യം മനസ്സിലാക്കണം. അതാണ് പറയുന്നത്. ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് തിങ്, നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം സിലബസാണ്. അത് ഹിസ്റ്ററിയുടെ കേസിൽ മാത്രമല്ല, ഏതൊരു സബ്ജക്റ്റ് എടുത്താലും ആ സിലബസ് ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഇല്ലാത്ത ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യാം.
കഴിഞ്ഞൊരു 5-10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മനസ്സിലാക്കുക. അപ്പം അതിനകത്ത് ഇന്ന ഭാഗത്തു നിന്നും മറ്റുമൊക്കെ ചോദ്യങ്ങൾ വരാം. ആ ചോദ്യം വന്നിരിക്കുന്ന ഏരിയ കൺസിഡർ ചെയ്യാം. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് അമേരിക്കൻ റെവല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഫ്രഞ്ച് റെവല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? സിലബസിനകത്ത് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ UPSC ഇനിയും ആ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യം ചോദിക്കാം. അപ്പോൾ സിലബസ് പ്ലസ് PYQ അതായിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ പ്രൈമറി സോഴ്സ്. ഓക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഹിസ്റ്ററിയിൽ വരുന്ന പ്രധാനപ്പെട്ട ചില ചാപ്റ്റേഴ്സ് ഞാനൊന്ന് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ. ഞാനിവിടെ എഴുതി പോവുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക? എഴുതി പോവാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുക മാത്രമല്ല, ആ ഒരു കാലഘട്ടം വെച്ച് ഞാൻ പറഞ്ഞു പോകണം. ഒരു കണ്ടിന്യൂറ്റി, ഒരു കണ്ടിന്യൂഷനോട് കൂടി, ടൈം ലൈനോട് കൂടി ഞാൻ ഓരോ ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ. സ്റ്റാർട്ടിങ് വിത്ത് ഏൻഷ്യൻ്റ് ഇന്ത്യ. നമുക്ക് ആദ്യം ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഏൻഷ്യൻ്റ് ചരിത്രം. ഏൻഷ്യൻ്റ് ചരിത്രത്തിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത്, ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് മനുഷ്യൻ ഉത്ഭവിച്ച കാലഘട്ടം മുതലാണെന്നാണ് പറയുന്നത്. ഓക്കെ. മനുഷ്യൻ്റെ ഒരു ഉത്ഭവം, മനുഷ്യൻ്റെ റെവല്യൂഷനൊക്കെ നടക്കുന്നൊരു കാലഘട്ടം ഉണ്ടല്ലോ, അതായത് പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടം എന്ന് പറയും. സ്റ്റോൺ ഏജ് കാലഘട്ടം എന്നൊക്കെ വിളിക്കാറില്ലേ? പാലിയോളിത്തിക് പീരീഡ്, മീസോളിത്തിക് പീരീഡ്, നിയോളിത്തിക് കാലഘട്ടം, അത്തരം സ്റ്റോൺ ഏജ് കാലഘട്ടം, അതാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ചാപ്റ്റർ മുതലാണ് ഏൻഷ്യൻ്റ് ചരിത്രത്തിൻ്റെ സ്റ്റാർട്ടിങ്. ഓക്കെ. ദ ഫസ്റ്റ് ചാപ്റ്റർ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. നമ്മുടെ ഇന്ത്യ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെയൊക്കെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ, കാരണം ഇതിന് മുമ്പുള്ള ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു റിട്ടൺ എവിഡൻസ് ഒന്നുമില്ല. ഇപ്പോൾ പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ഒരു ചരിത്രം എഴുതപ്പെട്ടിട്ടൊന്നുമില്ല, റൈറ്റിങ്സ് അവൈലബിൾ അല്ല, അങ്ങനെ ഒരു കാലഘട്ടമാണ്. പക്ഷേ ഇൻഡസ് വാലി സിവിലൈസേഷനിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നൊക്കെ പറയും, അതിലേക്ക് വരുമ്പോൾ പതുക്കെ റൈറ്റിങ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവുന്നു, അല്ലെ? കുറച്ചുകൂടി വെൽ ഡിഫൈൻഡ് ചരിത്രം വന്നു തുടങ്ങി. അപ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഏകദേശം ഒരു 3300 BC മുതൽ ഒരു 1800 BC കാലഘട്ടം, അതാണ് എൻ്റെ മെച്വർ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും ജെനിത് കാലഘട്ടം എന്നൊക്കെ പറയുന്നത്. തേർഡ് ചാപ്റ്റർ വിൽ ബി വേദിക് പീരീഡ്. വേദിക് കാലഘട്ടം അത് ഏകദേശം ഒരു 1600 BC കാലഘട്ടങ്ങൾക്ക് അടുപ്പിച്ച് ആര്യൻസ് എന്ന് പറയുന്നൊരു കൂട്ടർ ഇന്ത്യയിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. ഞാൻ ഇൻവേഷൻ എന്ന് പറയുന്നില്ല, എ കൈൻഡ് ഓഫ് മൈഗ്രേഷൻ. ആര്യൻസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, മേ ബി ദേ കെയിം ഫ്രം സെൻട്രൽ ഏഷ്യ. അവർ ഇന്ത്യയിലേക്ക് എൻട്രി ചെയ്തു ഒരു 1600 BC. എന്നിട്ട് അവരെന്ത് ചെയ്തു? പതുക്കെ വേദങ്ങളുടെ കോമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്തു, വേദങ്ങൾ കമ്പോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വേദങ്ങൾ കമ്പോസ് ചെയ്ത് തുടങ്ങിയ ഒരു കാലഘട്ടം ആയതുകൊണ്ടാണ് ഇതിനെ വേദിക് പീരീഡ് എന്ന് പറയുന്നത്. ഒരു 1600 BC മുതൽ ഒരു 500-600 BC കാലഘട്ടം. അത് കഴിഞ്ഞ നാലാമത്തെ ചാപ്റ്റർ മഹാജനപദാസ്. ഓക്കെ. വേദിക് കാലഘട്ടത്തിൻ്റെ അവസാന ഫേസുകളായപ്പോൾ ഇന്ത്യയുടെ നോർത്തേൺ ഭാഗത്ത്, എസ്പെഷ്യലി ഗാംഗറ്റിക് വാലി ഭാഗങ്ങളിലായിട്ട് ചില പുതിയ റീജിയണൽ കിങ്ഡംസ് എമേർജ് ആകാൻ തുടങ്ങി. ഇപ്പോൾ നിങ്ങൾ പണ്ട് മഹാഭാരത കഥകളിലൊക്കെ കേൾക്കുന്ന കുരു കിങ്ഡം, കുരു, പാഞ്ചാല, ഗാന്ധാര, മഗധ എന്നൊക്കെ പറയുന്ന കിങ്ഡംസ് അല്ലേ? ഒരു 16, എടുത്തു പറയാൻ പറ്റുന്ന ഒരു 16 മഹാജനപദാസ് ഉണ്ട്, 16 കിങ്ഡംസ് ഉണ്ട്. അപ്പോൾ ആ രാജ്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ മഹാജനപദാസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അത് കഴിഞ്ഞാൽ അഞ്ചാമത്തെ ചാപ്റ്റർ വിൽ ബി റിലീജിയസ് ഫിലോസഫീസ്. ഓക്കെ. റിലീജിയസ് ഫിലോസഫീസ് തുടക്ക കാലഘട്ടത്തിൽ, അത് ഏൻഷ്യൻ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ചില റിലീജിയസ് സെക്റ്റുകളെക്കുറിച്ചും അവരുടെ ഫിലോസഫികളെക്കുറിച്ചും, ഇപ്പോൾ സാഖ്യ ഫിലോസഫി, യോഗ ഫിലോസഫി, ന്യായ ഫിലോസഫി, മീമാംസ സ്കൂളുകൾ, ഇങ്ങനെ കുറേ സ്കൂൾസ് ഉണ്ട്. ഇത് കൂടാതെ ചാർവകാസ്, അജീവികാസ്, എന്തിന് നമ്മൾ പറയുന്നു ബുദ്ധിസം, ജൈനമതം, ഇതെല്ലാം ഈ ഒരു ഏരിയക്കകത്ത് കയറി വരും. ബുദ്ധമതം, ജൈനമതം എല്ലാം റിലീജിയസ് ഫിലോസഫികളുടെ ഭാഗമാണ്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. എക്സാമിന് പലപ്പോഴായിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ ദ 6th ചാപ്റ്റർ ആയിട്ട് പഠിക്കുന്നത് മൗര്യൻസിനെ കുറിച്ചാണ്. മൗര്യൻ എംപയർ ഫൗണ്ടഡ് ബൈ ചന്ദ്രഗുപ്ത മൗര്യ. ഏകദേശം ഒരു 320-321 BC കാലഘട്ടങ്ങളിലാണ്
ഈ ഒരു എംപയർ രൂപീകരിക്കപ്പെടുന്നത്. ഒരു 185 BC വരെയൊക്കെ ഈ ഒരു എംപയർ നിലനിന്നിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യ, ബിന്ദുസാര, അശോക തുടങ്ങിയ രാജാക്കന്മാരെല്ലാം ഈ മൗര്യൻ എംപയറിൻ്റെ ഭാഗമായിരുന്നു. മൗര്യൻ എംപയറിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് പുതിയ പുതിയ രാജ്യങ്ങൾ എമേർജ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, മൗര്യൻ എംപയറിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് പുതിയ പുതിയ രാജ്യങ്ങൾ എമേർജ് ആവും. അപ്പോൾ അത്തരം രാജ്യങ്ങളെക്കുറിച്ചും ആ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് പോസ്റ്റ് മൗര്യൻ പീരീഡ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 2nd century BC മുതൽ ഒരു 3rd century AD വരെ. ദിസ് ഇസ് എ പീരീഡ് ഓഫ് പോസ്റ്റ് മൗര്യ. ഇനി 8ാമത്തെ ചാപ്റ്ററായിട്ട് പഠിക്കുന്നത് സംഗം കാലഘട്ടമാണ്. ഓക്കെ, സംഗം പീരീഡ്. സംഗം കാലഘട്ടം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരുണ്ടായിരുന്നൊരു കാലഘട്ടം. നമ്മുടെ ഇന്ത്യയുടെ എക്സ്ട്രീം സൗത്തിൽ കേരള, തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ 3 പ്രധാനപ്പെട്ട രാജ്യങ്ങളുണ്ടായിരുന്നു. ഇവരെ മുച്ചംഗം അല്ലെങ്കിൽ ഇവർ പാറ്റർനൈസ് ചെയ്തിട്ടുള്ള ഒരു അസംബ്ലികളെയാണ് നമ്മൾ സംഘം എന്ന് വിളിക്കുന്നത്. എസ്പെഷ്യലി പാണ്ഡ്യാസ് അവർ പാറ്റർനൈസ് ചെയ്ത അസംബ്ലികളെ സംഘം എന്ന് വിളിക്കും. 3 സംഘംസ് ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. ഇതിനെ മുച്ചംഗം എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ദിസ് ചേര, ചോള ആൻഡ് പാണ്ഡ്യ കിങ്ഡംസ് വെയർ നോൺ ആസ് മൂവേന്ദർസ് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു രാജ്യങ്ങളെക്കുറിച്ചും ആ കാലഘട്ടത്തെക്കുറിച്ചും ഒക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്റർ, ദാറ്റ് ഇസ് സംഗം പീരീഡ്. ദെൻ ദ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഗുപ്ത പീരീഡാണ്. ഗുപ്ത എന്ന് പറയുന്നൊരു എംപയർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ശ്രീഗുപ്ത എന്ന് പറയുന്നൊരു രാജാവ് രൂപീകരിച്ചു എന്നൊക്കെയാണ് വിശ്വാസം. ശ്രീഗുപ്ത, ഘടോത്കചഗുപ്ത, ചന്ദ്രഗുപ്ത ഫസ്റ്റ്, സമുദ്രഗുപ്ത, അതുപോലെ വിക്രമാദിത്യ, കുമാരഗുപ്ത, സ്കന്ദഗുപ്ത, ഇവരൊക്കെ ഉണ്ടായിരുന്നൊരു രാജ്യം ഗുപ്ത എംപയർ. ലാസ്റ്റ് ഒരു ചാപ്റ്റർ ഉണ്ട്, പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ മിഡീവൽ കാലഘട്ടവുമായിട്ട് ഓവർലാപ്പ് ചെയ്തു വരും. അതായത് പോസ്റ്റ് ഗുപ്ത പീരീഡ് എന്ന് പറയും, ഗുപ്തയ്ക്ക് ശേഷമുള്ളൊരു കാലഘട്ടം. പക്ഷെ ദിസ് വിൽ ഓവർലാപ്പ് വിത്ത് ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് മിഡീവൽ. ഏർലി മിഡീവൽ പീരീഡ് എന്ന് പറയുന്നൊരു ആദ്യത്തെ ചാപ്റ്റർ ഉണ്ട്. മിഡീവൽ കാലഘട്ടം പഠിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ ദ ഏർലി മിഡീവൽ പീരീഡ്. ഇത് രണ്ടും ഓവർലാപ്പ് ചെയ്തു വരും. നമുക്കറിയാം ചരിത്രം എന്ന് പറഞ്ഞാൽ വളരെ കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ്സാണ്. ഏൻഷ്യൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഒറ്റ വർഷം അവസാനിക്കുന്നൊരു കാലഘട്ടമല്ല. ഏൻഷ്യൻ ഇന്ത്യ കഴിഞ്ഞാൽ പതുക്കെ ദ നെക്സ്റ്റ് കാലഘട്ടം മുതൽ അത് മിഡീവലിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ദിസ് ട്രാൻസിഷൻ ഫേസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. പോസ്റ്റ് ഗുപ്ത, ഏർലി മിഡീവൽ പീരീഡ്. അപ്പോൾ ഇതൊക്കെ ഏൻഷ്യൻ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സാണ്. ഓക്കെ, ഞാനിത് ഇറേസ് ചെയ്യാണ്. നൗ വി ക്യാൻ മൂവ് ഓൺ ടു മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി. ഓക്കെ, മിഡീവൽ ചരിത്രത്തിലേക്ക് പോവാം. മിഡീവൽ ചരിത്രത്തിൻ്റെ സ്റ്റാർട്ടിങ് ഏർലി മിഡീവൽ പീരീഡ് വെച്ചാണ്. ഓക്കെ, മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി starts with the first chapter, that is early medieval period. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഏൻഷ്യൻറ്റ് ഇന്ത്യയുടെ ലാസ്റ്റത്തെ ചാപ്റ്ററും മിഡീവലിൻ്റെ ആദ്യത്തെ ചാപ്റ്ററും ഓവർലാപ്പ് ചെയ്തു വരും. കുറേ രാജ്യങ്ങളെക്കുറിച്ച് ഈ ഒരു പീരീഡിനകത്ത് പഠിക്കാനുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയൊരു കാലഘട്ടമാണ്. ഏകദേശം ഒരു 7-8 നൂറ്റാണ്ട് കാലഘട്ടം മുതൽ ഒരു 12 നൂറ്റാണ്ട് വരെ. ദിസ് ഇസ് എ ഫേസ് ഓഫ് ഏർലി മിഡീവൽ പീരീഡ്. ഒരുപാട് രാജ്യങ്ങളുണ്ട് ഈ കാലഘട്ടത്തിൽ. പല്ലവാസ്, ചാളുക്യാസ്, രാഷ്ട്രകൂതാസ്, ചോളാസ്, ഇതുപോലെ ചില പാണ്ഡ്യ രാജാക്കന്മാരുണ്ട്. പാണ്ഡ്യ കിങ്ഡം, പണ്ട് സംഘം കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരുടെ സക്സസേഴ്സ് ആയിട്ട് അറിയപ്പെടുന്ന പാണ്ഡ്യാസ്, അവരുണ്ടായിരുന്നു. പിന്നെ കുറേ രജ്പുത് കിങ്ഡംസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, നോർത്തേൺ ഭാഗത്ത്. ഓക്കെ, ഇങ്ങനെ കുറേ രാജ്യങ്ങളെക്കുറിച്ച്, കാകതിയ, ഹൊയ്സല, യാദവ, ഇങ്ങനെ കുറേ രാജ്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നൊരു ചാപ്റ്ററാണ്. അത്യാവശ്യം വലിയൊരു ഏരിയ ആണ്. ഇനി രണ്ടാമതായിട്ട് പഠിക്കുന്നത് ഏർലി ഇസ്ലാമിക് റൂളാണ്. കാരണം മിഡീവലിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും, പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ എന്ന് വെച്ചാൽ ഇസ്ലാമിക് കിങ്ഡംസ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇസ്ലാം മതം വന്നത്, ഇസ്ലാമിക് രാജ്യം രൂപീകരിക്കപ്പെട്ടത്, അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുക. ഏർലി ഇസ്ലാമിക് പീരീഡ്. അറബുകൾ വന്നു അല്ലേ, ആദ്യം ഒരു അറബ്സ് വന്നു. 8ാം നൂറ്റാണ്ട് അടുപ്പിച്ച് മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെയൊക്കെ ഒരു ഇൻവേഷൻ ഉണ്ടായി. അത് കഴിഞ്ഞ് ഗസ്നി വന്നു, പിന്നെ ഗോരി വരും. അപ്പോൾ അവരുടെയൊക്കെ ഒരു ചരിത്രമാണ് ഈ ഒരു കാലഘട്ടത്തിൽ പഠിക്കാനുള്ളത്.
The third chapter is Delhi Sultanate. ഇമ്പോർട്ടൻ്റ് ആണ്. ഡൽഹി ഭാഗത്ത് രൂപീകരിക്കപ്പെട്ട ഇസ്ലാമിക് എംപയർ, അതാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. സ്ലേവ് ഡൈനാസ്റ്റി, ഖിൽജി ഡൈനാസ്റ്റി, തുഗ്ലക്, സയ്യിദ്, ലോധി തുടങ്ങിയ ഡൈനാസ്റ്റികളെ കുറിച്ച് പഠിക്കണം. Then the fourth chapter will be Mughals, മുഗൾ എംപയർ. 16-ാം നൂറ്റാണ്ടിൽ 1526 ബാബർ സ്ഥാപിച്ച ഒരു എംപയർ, മുഗൾ എംപയർ. ബാബറിന് ശേഷം പിന്നെ ഹുമയൂൺ വന്നു, ഹുമയൂണിന് ശേഷം പിന്നീട് അക്ബർ വന്നു, അക്ബറിന് ശേഷം ജഹാംഗീർ, ദെൻ ഷാജഹാൻ, ദെൻ ഔറംഗസേബ്. ഇവരെക്കുറിച്ചെല്ലാം പഠിക്കുന്ന ഒരു ചാപ്റ്റർ മുഗൾ എംപയർ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് വിജയനഗര എംപയർ. ഓക്കെ, വിജയനഗര ആൻഡ് ബാമണി കിങ്ഡം. ഇന്ത്യയുടെ സദേൺ ഭാഗത്ത്, ഡെക്കാൻ സദേൺ ഭാഗങ്ങളിലായിട്ടുണ്ടായിരുന്ന 2 രാജ്യങ്ങൾ, വിജയനഗര കിങ്ഡം ആൻഡ് ബാമണി കിങ്ഡം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കൃഷ്ണദേവരായ എന്ന് പറഞ്ഞ രാജാവിനെ കുറിച്ച്. ദസ് കൃഷ്ണദേവരായ വാസ് എ റൂളർ ഓഫ് വിജയനഗര എംപയർ. അത്യാവശ്യം കാര്യമായിട്ട് പഠിക്കാനുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് ചാപ്റ്റർ ഇസ് ഭക്തി ആൻഡ് സൂഫി മൂവ്മെൻറ്റ്. അവസാനത്തെ ചാപ്റ്ററാണ് ഭക്തി ആൻഡ് സൂഫി മൂവ്മെൻറ്റ്. പറയുമ്പോൾ ഇത് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ ആണ്. വേണമെങ്കിൽ കൾച്ചറൽ ആംഗിളിലും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഹിസ്റ്റോറിക്കൽ ആംഗിളിലല്ലാതെ കൾച്ചറൽ ആംഗിളിലും ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് ഭക്തി സൂഫി മൂവ്മെൻറ്റ്. അപ്പോൾ ഇതെല്ലാമാണ് മിഡീവലിൻ്റെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ്. നൗ മൂവിങ് ഓൺ ടു മോഡേൺ പീരീഡ്. ഞാൻ വീണ്ടും ഇത് ഇറേസ് ചെയ്യാണ്. മോഡേൺ കാലഘട്ടം. ഓക്കെ, മോഡേൺ പീരീഡിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ശരിക്കും 15-ാം നൂറ്റാണ്ട് മുതലാണ്. ഓക്കെ, 15th സെഞ്ച്വറി വരെ മുതലാണ് മോഡേൺ ഹിസ്റ്ററിയുടെ സ്റ്റാർട്ടിങ്. അത് ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ മാത്രമല്ല, വേൾഡിൽ തന്നെ, വേൾഡ് ചരിത്രത്തിൽ തന്നെ മോഡേൺ പീരീഡിൻ്റെ ഒരു സ്റ്റാർട്ടിങ് 15-ാം നൂറ്റാണ്ടാണ്. പക്ഷെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ, എസ്പെഷ്യലി ഫോർ മെയിൻസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദ്യങ്ങൾ എപ്പോഴും 18-ാം നൂറ്റാണ്ടിന് ശേഷം മാത്രമേ ചോദിക്കുള്ളൂ. കാരണം സിലബസിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫ്രം ദ മിഡിൽ ഓഫ് 18th സെഞ്ച്വറി, മിഡ് 18th സെഞ്ച്വറിക്ക് ശേഷം അതുള്ള ടോപ്പിക്കാണ് മോഡേൺ ഡേക്ക് വരിക. പക്ഷേ പ്രിലിംസിൻ്റെ കോണ്ടെക്സ്റ്റിൽ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ 15th സെഞ്ച്വറി മുതലുള്ള ഏരിയാസ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം പ്രിലിംസിൻ്റെ പെർസ്പെക്റ്റീവിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ചാപ്റ്ററായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. നിങ്ങൾക്കറിയാം, പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യം വരുന്നത്, അല്ലെ? വാസ്കോ ഡ ഗാമ മോഡേൺ കാലഘട്ടത്തിൽ ഒരു പുതിയ സീ റൂട്ട് കണ്ടെത്തി ഇന്ത്യയിലേക്ക് കാലുകുത്തിയ ദ ഫസ്റ്റ് യൂറോപ്യൻസ് എന്നൊക്കെയാണ് പോർച്ചുഗീസുകാരെ വിളിക്കുന്നത്, വാസ്കോ ഡ ഗാമയെ വിളിക്കുന്നത്. എപ്പോഴാണ് അവർ വരുന്നത്? 1498. 1498 എന്ന് പറയുമ്പോൾ 15-ാം നൂറ്റാണ്ട്. ഓക്കെ, അപ്പോൾ 15-ാം നൂറ്റാണ്ടിൽ ഉൾപ്പെടുന്ന ഒരു ചാപ്റ്റർ, ദ അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ്. ദ സെക്കൻഡ് ചാപ്റ്ററായിട്ട് പഠിക്കാൻ പോകുന്നത് ഇന്ത്യ ഇൻ ദി 18th സെഞ്ച്വറി. 18-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം. 18-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ നോക്കുക, നമ്മുടെ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ ഒരു ആധിപത്യം ഉണ്ടാക്കുന്ന നൂറ്റാണ്ടാണ് 18-ാം നൂറ്റാണ്ട്. അതുവരെ ബ്രിട്ടീഷർ ജസ്റ്റ് കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, കച്ചവട ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യയിൽ വന്നവരാണ്. പക്ഷെ പതുക്കെ പതുക്കെ ദേ ബിക്കെയിം ഡോമിനൻറ്റ്, ദേ ബിക്കെയിം പ്രോമിനൻറ്റ് ഇൻ ദി 18th സെഞ്ച്വറി. സോ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അവർക്ക് ഡോമിനൻ്റ് ആകാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ അവർ പ്രോമിനൻ്റ് ആകാൻ കഴിഞ്ഞത്, അത് മനസ്സിലാകണമെങ്കിൽ 18-ാം നൂറ്റാണ്ടിനെ കുറിച്ച് അറിയണം. അപ്പോൾ ആ ചാപ്റ്റർ, ദാറ്റ് ഇസ് ദ സെക്കൻഡ് ചാപ്റ്റർ. നൗ നമ്മൾ പറഞ്ഞ പോലെ 18th സെഞ്ച്വറി സിറ്റുവേഷൻ യൂട്ടിലൈസ് ചെയ്ത് ബ്രിട്ടീഷുകാർ പ്രോമിനൻ്റ് ആയി. സോ ദ തേർഡ് ചാപ്റ്റർ വിൽ ബി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ആധിപത്യം ഉറപ്പിച്ചത്? കുറേ യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ടാവും, മേജർ ബാറ്റിൽസ് ആൻഡ് വാറുകളെ കുറിച്ച് പഠിക്കാനുണ്ട്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ചില അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. സോ ബാറ്റിൽസ്, അഡ്മിനിസ്ട്രേഷൻ, ഇതെല്ലാമാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് കയറി വരിക. അത്യാവശ്യം വലിയ ചാപ്റ്റേഴ്സാണ്. കുറേ ഗവർണർ ജനറൽസിനെ കുറിച്ചും വൈസ്രോയിമാരെ കുറിച്ചൊക്കെ ഈ മൂന്നാമത്തെ ചാപ്റ്ററിനകത്ത് നിങ്ങൾ പഠിക്കും. ദ ഫോർത്ത് ചാപ്റ്റർ വിൽ ബി സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഇന്ത്യൻ റിനയസൻസ് എന്നൊക്കെ പറയാം, നവോത്ഥാനം. രാജാറാം മോഹൻ റോയ്
ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, ദയാനന്ദ സരസ്വതി, MG റാണഡെ, ജ്യോതിബ ഫൂലെ, ഇങ്ങനെ കുറേ ആൾക്കാരെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് എന്തായിരുന്നു? ഇവരൊക്കെ ആരായിരുന്നു? ഇതിനെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ അവരെക്കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്റർ. സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ് മെയിൻസിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ജ്യോതിബ ഫൂലെയെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. രാജാറാം മോഹൻ റോയിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിനെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നൗ ദ 5th ചാപ്റ്റർ വിൽ ബി ഏർലി ഇന്ത്യൻ നാഷണലിസം. ഇന്ത്യൻ നാഷണലിസത്തിൻ്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്കറിയാം 1857 1857 കാലഘട്ടത്തിൽ റിവോൾട്ട് നടക്കുന്നുണ്ട് ഇന്ത്യയിൽ. സിപ്പോയ് മ്യൂട്ടണി എന്നൊക്കെ പറയും. ചില കോണ്ടക്സ്റ്റിൽ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നൊക്കെ വിളിക്കും. 1857 അതത് 19ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടിയാണ് ഇന്ത്യയിൽ ഈ നാഷണലിസം ഐഡിയ പ്രോമിനൻ്റ് ആവുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചും ഇന്ത്യയുടെ തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില നാഷണലിസ്റ്റ് ഐഡിയാസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ടാവും. അത് കണക്ട് ചെയ്ത് നമ്മൾ നേരെ ചെല്ലുന്നത് INC എന്നൊരു ഓർഗനൈസേഷനിലേക്ക് കുറിച്ചായിരിക്കും. INC ആൻഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ഓക്കെ, അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് INC. അത് 1885 INC രൂപീകരിക്കുന്നത്. അതുമുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന വരെയുള്ളൊരു കാലഘട്ടം. വെരി 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 ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. പിന്നെ ഈ കാലഘട്ടങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ചില റെവല്യൂഷണറി മൂവ്മെൻറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഈ കാലഘട്ടങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ചില ട്രൈബൽ പെസൻറ്റ് മൂവ്മെൻറ്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. So these are the core topics of modern Indian history. അപ്പോൾ ഏൻഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി, മിഡീവലിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി, മോഡേണിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി. നോക്കി, ഇതൊന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ സിലബസിനകത്ത് കാണാൻ കഴിയില്ല. സിലബസിനകത്ത് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ. ആ സിലബസ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി അനലൈസ് ചെയ്തിട്ട് അതിനകത്ത് ചാപ്റ്റേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അങ്ങനെ നോക്കുമ്പോഴാണ് ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് കയറി വരിക. ഓക്കെ, അപ്പോൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ ട്രെൻഡുകളൊന്ന് മനസ്സിലാക്കാം. ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പിടികിട്ടി. ഇനി എന്ത് ചെയ്യണം? ഓരോ വർഷങ്ങളിലും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ ഒന്ന് നോക്കാം. ട്രെൻഡ്, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, ഏറ്റവും കുറവ് ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, ചോദ്യങ്ങൾ അത്യാവശ്യം ഉണ്ടോ ഹിസ്റ്ററിയിൽ, ഇതൊക്കെ അറിയണ്ടേ. അപ്പം ട്രെൻഡ് നോക്കാം. കഴിഞ്ഞ 5 വർഷത്തെ ഒരു ട്രെൻഡ് നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, 2025 അതായത് കഴിഞ്ഞ പ്രിലിംസ് എക്സാമിനേഷൻ എടുക്കുമ്പോൾ അതിലേകദേശം ടോട്ടൽ 8 ചോദ്യങ്ങളാണ് ഏൻഷ്യൻ മിഡീവൽ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് ചോദിച്ചത്. ഞാൻ എന്തുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാത്തതെന്ന് വെച്ചാൽ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് ആർട്ട് ആൻഡ് കൾച്ചർ ആണോ അതോ ഏൻഷ്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് ചോദിച്ചതാണോ എന്ന് പെട്ടെന്ന് ഡിസ്റ്റിങ്വേഷൻ കഴിയില്ല. ചിലപ്പോൾ ഒരു ചോദ്യത്തിനകത്ത് തന്നെ 2 ഭാഗങ്ങളും കയറി വരാം. ഏൻഷ്യൻറ്റ് ആംഗിളിലും കൾച്ചറൽ ആംഗിളിലും കൂടെ ചേർന്ന് ഒറ്റ ചോദ്യമായിട്ട് വരാം. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ ഒറ്റയടിക്ക് പറയുന്നത്. ഏൻഷ്യൻറ്റ് മിഡീവൽ ആർട്ട് ആൻഡ് കൾച്ചർ കൂട്ടിച്ചേർത്ത് ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ്. അതിൽ ആർട്ട് ആൻഡ് കൾച്ചർ മാത്രം 2 ചോദ്യം. ഓക്കെ, ഇനി 2024 പോവുകയാണെങ്കിൽ ഏൻഷ്യൻറ്റ് മിഡീവൽ ആർട്ട് ആൻഡ് കൾച്ചർ ടോട്ടൽ 6 ചോദ്യം, അതിൽ 3 ക്വസ്റ്റ്യൻസ് ആർട്ട് ആൻഡ് കൾച്ചർ. കാരണം ആർട്ട് ആൻഡ് കൾച്ചറിന് കിട്ടിയിരിക്കുന്ന വെയിറ്റേജ് മനസ്സിലായോ? അത് 6 ചോദ്യം ചോദിച്ചു ടോട്ടൽ ക്വസ്റ്റ്യൻസിന്. ഏൻഷ്യൻ മിഡീവൽ ആർട്ട് ആൻഡ് കൾച്ചർ ഭാഗത്ത് നിന്ന് ടോട്ടൽ 6 ചോദ്യം ഉണ്ടായിരുന്നു. അതിൽ 3 ചോദ്യങ്ങളും ആർട്ട് ആൻഡ് കൾച്ചറാണ്. 2023 10 ചോദ്യം ചോദിച്ചു, അതിൽ 4 ചോദ്യം ആർട്ട് ആൻഡ് കൾച്ചർ. 2022 11 ക്വസ്റ്റ്യൻസ്, അതിൽ 4 ക്വസ്റ്റ്യൻസ് ആർട്ട് ആൻഡ് കൾച്ചർ. 12 ചോദ്യം 2021, അതിൽ 3 ചോദ്യങ്ങൾ ആർട്ട് ആൻഡ് കൾച്ചർ. 9 ചോദ്യം 2020. അവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് ഡിസ്റ്റിങ്വേഷൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തൊക്കെ വരാം. ഇനി മോഡേൺ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ മോഡേൺ ഇന്ത്യ ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോളിഡേഷൻ, ഈ 2 ഏരിയാസ് കൂട്ടിച്ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ 2025 8 ചോദ്യങ്ങൾ പ്രിലിംസിന് ചോദിച്ചു.
PIC ഒരു ക്വസ്റ്റ്യൻ പോലും വന്നിട്ടില്ല. ഓക്കെ, ശ്രദ്ധിക്കണം, PIC എന്നുള്ള ക്വസ്റ്റ്യൻസ്, അത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോളിഡേഷൻ എന്നുള്ള ചോദ്യങ്ങൾ പ്രിലിംസിനായിട്ട് അങ്ങനെ ഒരുപാട് വരാറില്ല. ഓക്കെ, അങ്ങനെ വന്ന് കണ്ടിട്ടില്ല, ഒരിക്കലും എന്തോ മാത്രമേ വന്നിട്ടുള്ളൂ. മെയിൻസിനാണ് കൂടുതലും PIC ചോദ്യങ്ങൾ വരിക. കാരണം സിലബസിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല, PIC സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടില്ല പ്രിലിംസിൽ. അപ്പോൾ ചോദ്യങ്ങൾ വരുന്നതും വളരെ കുറവാണ്. അപ്പോൾ ടോട്ടൽ 8 ചോദ്യം മോഡേൺ ഇന്ത്യ എന്ന് വന്നു. 2024 4 ചോദ്യം, 2023 3 ചോദ്യം, 2022 5 ചോദ്യം, 2021 7 ചോദ്യം, 2020 10 ചോദ്യം. എന്ന് വെച്ചാൽ നോക്കിയേ, മിനിമം 3 ക്വസ്റ്റ്യൻസ്, മാക്സിമം 10 ക്വസ്റ്റ്യൻസ്. മോഡേൺ ഇന്ത്യയുടെ വെയിറ്റേജ് ചെറുതൊന്നുമല്ല. ഹിസ്റ്ററിയുടെ മൊത്തത്തിലെടുത്താൽ പോലും മോഡേൺ ഇന്ത്യ അങ്ങനെ വെറുതെ തള്ളിക്കളയാൻ പറ്റുന്ന സബ്ജക്റ്റ് അല്ല. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പോൾ നേരത്തെ നോക്കിയേ, 2020 2021 12-9 ക്വസ്റ്റ്യൻസ് ഒക്കെ കൂട്ടിച്ചേർത്താ, ഏൻഷ്യൻ മീഡിയവൽ ആർട്ട് ആൻഡ് കൾച്ചർ കൂട്ടിച്ചേർത്ത അത്രയും. ഇത് മോഡേൺ ഇന്ത്യ മാത്രമുണ്ട് 10 ക്വസ്റ്റ്യൻ. 2023 മാത്രമാണ് കുറച്ചൊന്ന് കുറഞ്ഞത്, 3 ക്വസ്റ്റ്യൻസ് മോഡേൺ, ബാക്കി 10 ചോദ്യങ്ങൾ ഏൻഷ്യൻ മീഡിയവൽ ആർട്ട് ആൻഡ് കൾച്ചറാണ്. അപ്പോൾ അവിടെ ഏൻഷ്യൻ മീഡിയവലിനൊക്കെ വെയിറ്റേജ് കിട്ടി, മോഡേണിൻ്റെ വെയിറ്റേജ് കുറവായിരുന്നു. 3 ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ. ആ ഒരു വർഷം മാത്രമേ ഉള്ളൂ അത്രയും താഴെ പോയിട്ടുള്ളൂ. ബാക്കി എല്ലാ വർഷങ്ങളും 4-ന് മുകളിൽ 4-5+ ക്വസ്റ്റ്യൻസ് മോഡേൺ ഇന്ത്യയിൽ ഉറപ്പാണ്. ഇതാണ് പ്രിലിംസിൻ്റെ സിറ്റുവേഷൻ. ഇനി മെയിൻസിലേക്ക് വരുന്ന സാഹചര്യത്തിലോ, നോക്കിയേ, രണ്ടാമത്തെ ടേബിൾ നോക്കാം. ആർട്ട് ആൻഡ് കൾച്ചറിന് 2025 3 ചോദ്യങ്ങൾ, 24 3, 23 3 ചോദ്യങ്ങൾ, 22 3 ചോദ്യങ്ങൾ, 21 1 ചോദ്യം ചോദിച്ചു, 2020 4 ചോദ്യം. എന്ന് വെച്ചാൽ ആർട്ട് ആൻഡ് കൾച്ചറിന് മിനിമം 3 ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ചോദിക്കുന്നുണ്ട് ഓൺ ആൻ ആവറേജ്. അതിലൊരു വർഷം മാത്രമേ ഉള്ളൂ ഒറ്റ ക്വസ്റ്റ്യനിലേക്ക് ഒതുങ്ങിപ്പോയത്, 2021. ബാക്കി എല്ലാ വർഷവും മിനിമം അറ്റ്ലീസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്ന് വരുന്നുണ്ട് ഫോർ മെയിൻസ്. ഇനി വേൾഡ് ഹിസ്റ്ററിയിലേക്ക് എടുക്കുകയാണെങ്കിൽ, വേൾഡ് ഹിസ്റ്ററിക്കും വലിയ വെയിറ്റേജ് ഇല്ല. നിങ്ങൾ നോക്കിയേ, എല്ലാ വർഷവും ചോദിക്കുകയാണെങ്കിൽ 1 ക്വസ്റ്റ്യൻ, അതിൽ ചോദിക്കാതെ പോയ 2 വർഷം 2022 2020. 2020 ചോദ്യമൊന്നും ഉണ്ടായിരുന്നില്ല, 2021 1 ക്വസ്റ്റ്യൻ, 2022 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല. അത് ആ സമയം 2022 വരെ ഓൾട്ടർനേറ്റീവ് ഇയേഴ്സിലായിരുന്നു വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളൂ. വന്നാൽ തന്നെ ഒറ്റ ചോദ്യമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 3 വർഷം കൊണ്ട് നിങ്ങൾ നോക്കിയേ, 23 1 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 24 1 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 25 1 ക്വസ്റ്റ്യൻ. ഇനിയിപ്പോൾ ട്രെൻഡിൽ മാറ്റം വന്നു. പണ്ട് ഓൾട്ടർനേറ്റീവ് ഇയേഴ്സിലാണ് ക്വസ്റ്റ്യൻ വന്നെങ്കിൽ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് എല്ലാ വർഷവും വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന 2026 വരാം. കാരണം ട്രെൻഡിൽ വന്ന മാറ്റം മനസ്സിലായോ? വന്നാൽ ഒറ്റ ചോദ്യം വരുള്ളൂ, കാരണം അത്രയും വെയിറ്റേജേ ഉള്ളൂ. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ് വേൾഡ് ഹിസ്റ്ററിക്ക്. വേൾഡ് ഹിസ്റ്ററിക്ക് പഠിക്കാൻ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്, പക്ഷേ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ്. ഇനി മോഡേൺ ഇന്ത്യ പ്ലസ് PICയിലേക്ക് വരികയാണെങ്കിൽ നോക്കിയേ, 2025 1 ചോദ്യം മോഡേൺ ഇന്ത്യയിൽ നിന്നും 1 ചോദ്യം PICയിൽ നിന്നും വന്നു. 2025 1 question came from modern India and the other question came from PIC. ടോട്ടൽ 2 ചോദ്യം. 2024 2 ചോദ്യം, അത് കംപ്ലീറ്റ്ലി മോഡേൺ ആയിരുന്നു. 2023 2 ചോദ്യം, അതും മോഡേൺ ആയിരുന്നു. 22 3 ചോദ്യം, എഗെയിൻ ഇറ്റ് വാസ് മോഡേൺ. 2021 3 ചോദ്യം മോഡേൺ, 1 ചോദ്യം PIC. 2020 കംപ്ലീറ്റ്ലി മോഡേൺ, 2 ചോദ്യം ചോദിച്ചു. നോക്കിയേ, PICക്കും എല്ലാ വർഷവും ഒന്നും ക്വസ്റ്റ്യൻ വന്നിട്ടില്ല അല്ലേ. ഒരു 4 വർഷം അടുപ്പിച്ച് 2021 1 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പിന്നെ 2025 1 ചോദ്യം ചോദിച്ചു. അത് 4 വർഷത്തെ ഗ്യാപ്പിലാണ് PIC ഒരു ക്വസ്റ്റ്യൻ വരെ. വന്നാൽ തന്നെ ഒറ്റ ചോദ്യം വരുള്ളൂ. അപ്പോൾ PICയുടെയും റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? കുറവാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്രയും റിവാർഡ് നിങ്ങൾക്ക് കിട്ടണം എന്നില്ല. ഓക്കെ, വേൾഡ് ഹിസ്റ്ററിയും PICയും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരുപാട് ഡീപ്പായിട്ട് വലിച്ചു വാരി പഠിക്കാൻ നിൽക്കരുത്. ചോദ്യം ചോദിക്കുന്ന രീതി PYQs നിങ്ങൾക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കിയിട്ട് പ്രധാനപ്പെട്ട കോർ ടോപ്പിക്സ് മാത്രം വളരെ കുറച്ച് സമയമെടുത്ത് പ്രിപ്പയർ ചെയ്യാം ഫോർ PIC ആൻഡ് വേൾഡ് ഹിസ്റ്ററി. ഓക്കെ, ടൈം കൺസംഷൻ കുറയ്ക്കുക, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രെൻഡ് അനാലിസിസ് ഇവിടെ ഇപ്പോൾ നടത്തിയത്. സോ ഹിസ്റ്ററിയുടെ ഒരു വെയിറ്റേജ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ട്രെൻഡിൽ നിന്നും നമ്മുടെ സിലബസിൽ നിന്നും
നിങ്ങൾക്ക് ഏകദേശം ഹിസ്റ്ററി എന്ന് പറഞ്ഞ സബ്ജക്റ്റിന് ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? സോ വൈ ദിസ് ഹിസ്റ്ററി ഈസ് ഇമ്പോർട്ടൻറ്റ്? ഒന്ന്, ഡയറക്റ്റ് ആയിട്ടുള്ള സ്കോറിംഗ് വെയിറ്റേജ് അല്ലേ, ഹൈ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. മിനിമം 15-18 ക്വസ്റ്റ്യൻസ് UPSCയുടെ പ്രിലിംസിന് ചോദിക്കാറുണ്ട് ഫ്രം ഹിസ്റ്ററി. ഏൻഷ്യൻറ്റും മിഡീവലും മോഡേണും ആർട്ട് ആൻഡ് കൾച്ചറൊക്കെ ഉൾപ്പെടുത്തി മിനിമം 15-18 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഓൺ ആൻ ആവറേജ്. മിനിമം എന്ന് ഞാൻ പറയുന്നില്ല, ഓൺ ആൻ ആവറേജ്. അപ്പോൾ 15 ചോദ്യം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുക, ഒരു ക്വസ്റ്റിന് 2 മാർക്കാണ്, അത് 30 മാർക്കാണ് ഇതൊക്കെ ഹിസ്റ്ററിയിൽ നിന്ന് വരിക. സാധാരണ കേസിൽ UPSCയുടെ കട്ട് ഓഫ് തന്നെ ഏകദേശം 90 അടുപ്പിച്ച. ഇപ്പോൾ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ കൂടുന്നതിനനുസരിച്ച് 100ന് മുകളിലൊന്നും കട്ട് ഓഫ് പോകുന്നത് റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസിലാണ്. ഇപ്പോൾ ഒരു 90s-100 റേഞ്ചിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ ഇപ്പോൾ കട്ട് ഓഫ്. അതിൽ തന്നെ 30 മാർക്ക് ഹിസ്റ്ററിയിൽ കിട്ടും. ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് 15 ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ, കൃത്യമായിട്ട് ശരിയായിട്ടുള്ള ഉത്തരം എഴുതി കഴിഞ്ഞാൽ 30 മാർക്ക് അവിടെ കിട്ടി, ഹിസ്റ്ററി മാത്രം. അപ്പോൾ ഡയറക്റ്റ് സ്കോറിംഗ് സബ്ജക്റ്റാണത്. ഇനി മറ്റ് ചില സബ്ജക്റ്റുകൾക്കും ഇത് ഗുണം ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് എ റൂട്ട് സിസ്റ്റം ഫോർ അതർ സബ്ജക്ട്സ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പൊളിറ്റി പഠിക്കുമ്പോൾ, പൊളിറ്റി പഠിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കും. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഐഡിയ എന്തായിരുന്നു, ഇത് മനസ്സിലാകണമെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയെക്കുറിച്ച് മനസ്സിലാക്കണം. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി മനസ്സിലാക്കണമെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഇങ്ങനൊരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി രൂപീകരിച്ചു, ആരാണിത് രൂപീകരിച്ചത്, ഇതെല്ലാം അറിഞ്ഞാലേ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആ കണക്ഷൻ കിട്ടുള്ളൂ. അത് പൊളിറ്റി പഠിക്കുന്നതിന് മുമ്പ് ഹിസ്റ്ററി പഠിച്ചാൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താ ഐഡിയ കിട്ടും, എസ്പെഷ്യലി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. ഇതുപോലെ തന്നെ സൊസൈറ്റിയുടെ ഏരിയാസ് വരും. ഇന്ത്യൻ സൊസൈറ്റി എന്നൊരു സബ്ജക്റ്റ് ഉണ്ട് നിങ്ങൾക്ക്. GS 1 തന്നെ നിങ്ങൾക്ക് എയിംസ് എക്സാമിനേഷൻ വരുന്നൊരു സബ്ജക്റ്റാണ് ഇന്ത്യൻ സൊസൈറ്റി. അവിടെയും ഒരു സോഷ്യൽ ആംഗിൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആ പ്രസൻറ്റ് സിറ്റുവേഷനിലുള്ള സൊസൈറ്റി മാത്രമായിരിക്കില്ല നമ്മൾ പഠിക്കുക. സൊസൈറ്റിക്കകത്തൊരു എവല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്, പല കാലഘട്ടങ്ങളായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ എവല്യൂഷൻ ആദ്യം മനസ്സിലാക്കണം, എന്നാലേ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ചരിത്രം പഠിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് വെച്ചാൽ പ്രസൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ പാസ്റ്റ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് മറ്റ് സബ്ജക്റ്റുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാം. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എസ്സേ എത്തിക്സ്. ഇറ്റ് ഈസ് എൻ അൾട്ടിമേറ്റ് ഫോർഡർ ടു എസ്സേ ആൻഡ് എത്തിക്സ്. എസ്സേ പേപ്പർ എടുക്കാം. എസ്സേയുടെ ബേസിസിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വിചാരിക്കുക, ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു. ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എത്തിക്സിലെ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ലീഡർഷിപ്പും ഉണ്ട്, നെഗറ്റീവ് ലീഡർഷിപ്പും ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് ലീഡർഷിപ്പിനെ കുറിച്ചാണ് ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാന്ധി ഒരു എക്സാമ്പിളായിട്ട് കൊണ്ടുവരാം. പക്ഷേ ഗാന്ധിയുടെ പേര് മാത്രം എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഗാന്ധി എന്താ കോൺട്രിബ്യൂഷൻ, ഗാന്ധിയുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് കൂടി മെൻഷൻ ചെയ്യേണ്ടി വരും. സോ അങ്ങനെ ചോദ്യം വന്നാൽ എസ്സേക്കും എത്തിക്സിനും നമുക്ക് ഹിസ്റ്ററിയുടെ ടോപ്പിക്സ് യൂസ് ചെയ്യാം. ഇപ്പം നെഗറ്റീവ് ലീഡർഷിപ്പ് എടുത്താൽ നമുക്ക് ഹിറ്റ്ലറിൻ്റെ കോണ്ടെക്സ്റ്റ് പറയാം അല്ലേ. ഇപ്പം എക്സാമ്പിൾസ് എടുക്കുന്ന സമയത്ത്, കേസ് സ്റ്റഡീസ് എടുക്കുന്ന സമയത്ത് ഹിസ്റ്റോറിക്കൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ GS പേപ്പർ ഫസ്റ്റ്, മെയിൻസിൻ്റെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1-ൽ 50-60% സിലബസും ഹിസ്റ്ററിയാണ്. അപ്പോൾ GS 1 നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഹിസ്റ്ററിയിൽ അത്യാവശ്യം നോളജുള്ളൊരു വ്യക്തിക്ക്, നന്നായിട്ട് ആൻസർ ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തിക്ക് GS 1-ൽ ഒരു 50-60% മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട് ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഓപ്ഷണൽ ഹിസ്റ്ററി എടുക്കുന്ന ആൾക്കാരുണ്ട്. ഓപ്ഷണൽ എടുക്കുന്നവർക്ക് ഉള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഓപ്ഷനിൽ നിങ്ങൾ പഠിക്കുന്ന ചരിത്രം അത്രയും ഡീപ്പായിട്ടില്ലെങ്കിലും ചാപ്റ്റേഴ്സൊക്കെ ഓൾമോസ്റ്റ് GSലും സെയിം ആണ്. അപ്പോൾ GSൽ പഠിക്കുന്ന സെയിം ചാപ്റ്റേഴ്സൊക്കെ തന്നെയായിരിക്കും ഓപ്ഷനിൽ പ്രിപ്പയർ ചെയ്യാം. പക്ഷേ ഡെപ്തിൽ മാറ്റം ഉണ്ടാവും. എത്ര ഡെപ്തിൽ പോകണം, എത്ര ഡീപ്പായിട്ട് പഠിക്കണം എന്നതിൽ ചില മാറ്റങ്ങളുണ്ടാവും. ചാപ്റ്റേഴ്സൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. വലിയ രീതിയിൽ മാറ്റങ്ങളൊന്നും കൊണ്ടുവരേണ്ടി വരില്ല നിങ്ങളുടെ പ്രിപ്പറേഷനിൽ. അപ്പോൾ അത് ഹിസ്റ്ററി ഓപ്ഷനിൽ എടുക്കുന്നവരുടെ ഒരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ ചില്ലറ സബ്ജക്റ്റ് അല്ല ഈ ചരിത്രം എന്ന് പറയുന്നത്. ഇനി റെഫറൻസിലേക്ക് വരാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഹിസ്റ്ററി ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു. പക്ഷെ നിങ്ങളിനി പഠിക്കാൻ പോവുകയാണ്.
നിങ്ങൾക്ക് പഠിക്കേണ്ട ബുക്സ് ഏതൊക്കെയാണ്, നിങ്ങൾ ഏതൊക്കെ ബുക്കാണ് റെഫർ ചെയ്യേണ്ടത്, ദ റെഫറൻസ് കിറ്റ് ഫോർ ഹിസ്റ്ററി. നിങ്ങളൊരു അബ്സല്യൂട്ട് ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ചരിത്രത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലയെന്ന് കരുതാം. ഓക്കെ, UPSCക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് ഹിസ്റ്ററി എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ സ്റ്റാർട്ട് റീഡിങ് ദ ബേസിക് NCERTs. 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ അവർ പാസ്റ്റ് എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് ഉണ്ട്. അവർ പാസ്റ്റ് 1, 2, 3 3 വോളിയൂംസ് ആയിട്ട് ഇറക്കിയിരിക്കുന്ന ടെക്സ്റ്റുകളുണ്ട്. 6th മുതൽ 8th വരെ, 6th, 7th, 8th. ആദ്യം അത് വായിക്കുക. 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് കണക്ട് ചെയ്യുന്നത്. 7ാം ക്ലാസ്സിൽ മിഡീവൽ, 8ാം ക്ലാസ്സിൽ മോഡേൺ. ഇനി 9, 10 ക്ലാസ്സുകളിൽ ടെക്സ്റ്റ് ഉണ്ട് ഇന്ത്യ ആൻഡ് ദി കണ്ടംപററി വേൾഡ് എന്ന് പറയുന്നത്. അതിനുണ്ട് 1, 2 എന്ന് പറഞ്ഞ 2 പാർട്ടുണ്ട്. ദീസ് ആർ ബേസിക് NCERTs. അത് 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള NCERTs ആദ്യം നിങ്ങൾ വായിക്കുക, ഫോർ അബ്സല്യൂട്ട് ബിഗിനേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി, ഓക്കെ ഇന്ന കാര്യങ്ങളാണുള്ളത്. ചില സമയങ്ങളിൽ ഇത്തരം NCERTന്ന് ഡയറക്റ്റായിട്ട് UPSC ക്വസ്റ്റ്യൻ വരെ ചോദിക്കാറുണ്ട് കേട്ടോ. പ്രിലിംസിന് ചില കോണ്ടെക്സ്റ്റുകളിൽ ഈ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ്സുള്ള ടെക്സ്റ്റിൽ വരെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. ഇനി അത് വായിച്ചതിന് ശേഷം 12ാം ക്ലാസ്സിലെ NCERTയിലേക്ക് പോവാം. ന്യൂ NCERT, പുതിയ NCERT അത്യാവശ്യം നല്ല NCERT ആണ്. തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്നാണ് അതറിയപ്പെടുന്നത്. അതിനകത്തുണ്ട് 3 വോളിയൂംസ്. തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട് 1, തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട് 2, തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട് 3. ഏൻഷ്യൻ, മിഡീവൽ, മോഡേൺ ഇതെല്ലാം കവർ ചെയ്യുന്ന 12ാം ക്ലാസ്സിലെ NCERT പഠിക്കുക, ന്യൂ NCERT. ആദ്യമേ കയറിയത് വായിക്കരുത്. നിങ്ങൾ അബ്സല്യൂട്ട് ബിഗിനർ ആണെങ്കിൽ ബേസിക് NCERT വായിച്ചിട്ടേ അത് വായിക്കാവൂ. കാരണം അത് തീംസ് ആണ്, ചില തീമുകൾ സ്പെസിഫൈ ചെയ്ത് എടുത്തിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന വർക്കാണ്. ഇനി വേൾഡ് ഹിസ്റ്ററിക്കാണെങ്കിലും നിങ്ങൾക്ക് NCERT തന്നെ റെഫർ ചെയ്ത് തുടങ്ങാം. ക്ലാസ് 11 NCERT തീംസ് ഇൻ വേൾഡ് ഹിസ്റ്ററി. ആർട്ട് ആൻഡ് കൾച്ചറിലാണെങ്കിൽ ക്ലാസ് 11th NCERT ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ആർട്സ്. ഇതെല്ലാം ബേസിക് ടെക്സ്റ്റുകളാണ്. സ്റ്റാർട്ട് റീഡിങ് ദീസ് ബേസിക് ടെക്സ്റ്റ്. ഇതിന് ശേഷം മാത്രമേ സ്റ്റാൻഡേർഡ് ബുക്കുകളിലേക്ക് പോകാവൂ. സ്റ്റാൻഡേർഡ് ബുക്ക് കുറച്ചുകൂടി കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ബുക്സ് ആയിരിക്കും, കുറച്ച് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ബേസിക് ബുക്സ് വായിച്ചിട്ട് സ്റ്റാൻഡേർഡ് ബുക്സിലേക്ക് കിടക്കാം. സ്റ്റാൻഡേർഡ് ബുക്സ് എന്ന് പറയുമ്പോൾ ഏൻഷ്യൻ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും വായിക്കുന്ന ഒരു ടെക്സ്റ്റാണ് R.S. ശർമ്മ എന്ന് പറയുന്നൊരു ഓഥർ എഴുതിയ ഒരു ടെക്സ്റ്റ്. അത് പഴയ ഓൾഡ് NCERT തന്നെയാണ്, പക്ഷെ ഇപ്പോൾ ഒരു ബുക്കായിട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇന്ത്യാസ് ഏൻഷ്യൻ പാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റാണ്, ഓതേർഡ് ബൈ R.S. ശർമ്മ. ഇനി അതല്ലെങ്കിൽ മറ്റൊരു ബുക്ക് കൂടിയുണ്ട്, ഉപീന്ദർ സിംഗ് എന്നൊരു ഓഥറിൻ്റെ ടെക്സ്റ്റ് ഉണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ് വായിക്കണം എന്നില്ല, ഓൺലി ദ സെലക്റ്റീവ് ചാപ്റ്റേഴ്സ് ഓഫ് ദിസ് ടെക്സ്റ്റ് സഫീഷ്യൻ്റ് ആണ്. ഇനി മിഡീവലിലേക്കാണെങ്കിൽ സതീഷ് ചന്ദ്ര, ഓതേർഡ് ബൈ സതീഷ് ചന്ദ്ര. അതും പഴയ NCERT തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ബുക്കായിട്ട് ഇറങ്ങുന്നുണ്ട്. NCERT അല്ലാതെ ബുക്സായിട്ടും ഇറങ്ങുന്നുണ്ട്. ഫോർ മിഡീവൽ നിങ്ങൾക്കത് വായിക്കാം. മോഡേൺ ആണെങ്കിൽ സ്പെക്ട്രം പബ്ലിക്കേഷൻസിൻ്റെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, മോഡേൺ ഇന്ത്യ, ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ ബൈ സ്പെക്ട്രം. കാണാൻ ചെറിയ ബുക്കാണ്, പക്ഷെ അത്യാവശ്യം കണ്ടന്റ് ഉണ്ട്, ബൾക്കിയാണ് ടെക്സ്റ്റ്. അപ്പോൾ സെലക്റ്റീവ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രം സ്പെക്ട്രം നോക്കി പഠിച്ചാൽ മതിയാവും, അത്യാവശ്യം ബൾക്കി ആയതുകൊണ്ടാണ്. ഒരുപാട് ഫാക്ച്വൽ ഇൻഫർമേഷൻ സ്പെക്ട്രത്തിലുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് ഗുഡ് ഫോർ പ്രിലിംസിന് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത്, കീവേഡ്സോ ടേംസോ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പെക്ട്രം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി മെയിൻസിലേക്ക് വരുന്ന സമയത്ത് യു ക്യാൻ റെഫർ ദ ടെക്സ്റ്റ് ഓഫ് ബിപിൻ ചന്ദ്ര, മോഡേൺ ഇന്ത്യ ബൈ ബിപിൻ ചന്ദ്ര എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് വായിക്കാം. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ബുക്സാണ്. ആർട്ട് ആൻഡ് കൾച്ചറിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ട് വിത്ത് NCERT ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ആർട്സ് എന്ന് പറയുന്ന ക്ലാസ് 11 ആർട്സ് സ്റ്റുഡൻസ് പഠിക്കുന്ന ടെക്സ്റ്റ് ഉണ്ട്, അത് ആദ്യം വായിക്കുക. പക്ഷെ അതിനകത്ത് അപ്ഡേഷൻസ് കുറവാണ്. സോ ജസ്റ്റ് ആദ്യം ഇത് വായിച്ചതിന് ശേഷം യു ക്യാൻ റെഫർ ദി ആർട്ട് ആൻഡ് കൾച്ചർ ടെക്സ്റ്റ് ഓഫ് നിതിൻ സിംഘാനിയ എന്ന് പറയുന്നൊരു ഓഥറിൻ്റെ ടെക്സ്റ്റ് ഉണ്ട്, ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ എന്നൊക്കെ പറയും. പക്ഷെ അതും അത്യാവശ്യം ബൾക്കി ആയതുകൊണ്ട് സെലക്റ്റഡ് ചാപ്റ്റേഴ്സ് മാത്രം അത് നോക്കി വായിക്കാം. ഓക്കെ, ബൾക്കി ടെക്സ്റ്റാണ്. ഇനി വേൾഡിലേക്ക് വരുമ്പോൾ ഐദർ യു ക്യാൻ റീഡ് അർജുൻ ദേവ്സ് കണ്ടംപററി വേൾഡ് ഹിസ്റ്ററി, പഴയ NCERT ആണ്. കണ്ടംപററി വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട്, അർജുൻ ദേവ് എന്നൊരു ഓഥറിൻ്റെ, അത് വായിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ
നോർമൻ ലവ് എന്നൊരു ഓതറിൻ്റെ ടെക്സ്റ്റ് ഉണ്ട്, മാസ്റ്ററിങ് മോഡേൺ വേൾഡ് ഹിസ്റ്ററി. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം റെഫർ ചെയ്താൽ മതി. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അർജുൻ ദേവിൻ്റെ ടെക്സ്റ്റാണ്. വളരെ സിമ്പിൾ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന, പഴയ NCERT ആയിരുന്നല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡേ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല ബുക്കാണ്. നിങ്ങൾക്ക് മെയിൻസിനൊരു ചോദ്യം വന്നാൽ അഡ്രസ്സ് ചെയ്യാനൊക്കെ പറ്റും. ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ വേണ്ട ചില റെഫറൻസ് ബുക്സാണ്. നിങ്ങളിപ്പോൾ പക്ഷേ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ, ഒരു ബുക്സ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതല്ലാതെ വേറെ ബുക്സുകൾ അവൈലബിൾ ആട്ടോ. ഒരുപാട് ബുക്സ് ഹിസ്റ്ററിയിൽ അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ സോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ചരിത്രം തന്നെയാണ്. പക്ഷേ ഇതെല്ലാം നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. വൃത്തിക്ക് ഒരു ബുക്ക് ഒരു 100 വട്ടം വായിച്ചാലും നല്ലതാണ്. ഒരുപാട് 100 ബുക്സ് വായിക്കുന്നതിനേക്കാളും നല്ലത് എന്താ? ഒരു ബുക്ക് 100 വട്ടം വായിക്കുക എന്നുള്ളതാണ്. ഈ 100 എന്ന് പറഞ്ഞതൊരു അതിശോക്തിയാന്ന് മാത്രം കണ്ടാൽ മതി കേട്ടോ. 100 വട്ടം ഒന്നും വായിക്കാൻ പറ്റില്ല. എന്നാലും എത്ര വട്ടം നിങ്ങൾ ഹിസ്റ്ററിയുടെ ബുക്സ് വായിക്കുന്നു അത്രയും നിങ്ങൾ ഒരു ടോപ്പിക്ക് ക്ലിയർ ആവും. അത്യാവശ്യം ഫാക്ച്വൽ ആയിരിക്കും. ചരിത്രം എന്ന് പറഞ്ഞാൽ ഫാക്ട്സോട് കൂടിയുള്ള ഒരു സബ്ജക്റ്റാണ്. ഫാക്റ്റ് ഇല്ലാത്ത ഹിസ്റ്ററി ഇല്ല. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഫാക്റ്റ് ഉണ്ട്. പക്ഷെ ഫാക്റ്റ് മാത്രമാണോ? അല്ല. ദർ ആർ കോൺസെപ്റ്റ്സ് ഓൾസോ. കോൺസെപ്റ്റുകളുമുണ്ട്, ഫാക്റ്റുകളുമുണ്ട്. രണ്ടും നിങ്ങൾ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യണം. UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്, അപ്പോൾ അതിൻ്റെ രീതിയിൽ തന്നെ അത് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ബോത്ത് ഫാക്ട്സ് ആൻഡ് കോൺസെപ്റ്റ്സ്. ഇപ്പോൾ നോക്കിയേ, റെഫറൻസ് കിറ്റ് നോട്ട് ചെയ്ത് വച്ചേക്കണം. ഇതിപ്പോൾ കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല, സോഫ്റ്റ് കോപ്പി ആയിട്ടും അവൈലബിൾ ആയിരിക്കും. അത് അറ്റ്ലീസ്റ്റ് ഡൗൺലോഡ് ചെയ്തെങ്കിലും വച്ചേക്കാൻ ശ്രമിക്കുക. സോ ഹിസ്റ്ററിയുടെ സിലബസ് മനസ്സിലായി, ഹിസ്റ്ററിയുടെ ട്രെൻഡ് മനസ്സിലായി, ഹിസ്റ്ററിക്ക് വായിക്കേണ്ട ബുക്സ് മനസ്സിലായി. ഇനി എങ്ങനെ പഠിക്കും? അതാണല്ലോ എല്ലാവരുടെയും അവസാനത്തെ ടാസ്ക് എന്ന് പറയുന്നത്. എല്ലാം കാര്യമൊക്കെ പിടികിട്ടി, സിലബസ് മനസ്സിലായി, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ടെന്നറിയാം, ഓക്കെ എത്ര ക്വസ്റ്റ്യൻസ് വരും എന്നറിയാം, വായിക്കേണ്ട ബുക്കും കയ്യിലുണ്ടാവും. പക്ഷേ വായിക്കേണ്ടത് എന്താണ്, പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയണ്ടാവില്ല. ചരിത്രം എന്ന് പറയുന്നത് ശരിക്കും സിമ്പിളായിട്ടൊരു സബ്ജക്റ്റാണ്. ഒരുപാടുണ്ടെങ്കിലും പഠിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ മറ്റ് സബ്ജക്റ്റ് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹിസ്റ്ററി പഠിക്കാൻ എന്താണ് എളുപ്പമാണ്. വേണമെങ്കിൽ സെൽഫ് സ്റ്റഡി പോസിബിളാണ്. അങ്ങനെയുള്ളൊരു സബ്ജക്റ്റ് അത്. സ്വന്തമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. ചെറിയൊരു ഗൈഡൻസ് എവിടെയെങ്കിലും കിട്ടിയാൽ മതി. പക്ഷെ പ്രോബ്ലം എന്താ? വാസ്റ്റാണ്. നിങ്ങൾ സിലബസ് എടുത്താൽ തന്നെ അത്യാവശ്യം ഉണ്ട് കാര്യങ്ങൾ. ഞാൻ വേൾഡ് ഹിസ്റ്ററിയുടെ സിലബസ് ഞാനിവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടൊരു 11-12 ചാപ്റ്റേഴ്സ് ഉണ്ട് അതിനകത്ത് തന്നെ, വേൾഡ് ഹിസ്റ്ററിക്കകത്ത്. അമേരിക്കൻ റെവല്യൂഷൻ മുതൽ കോൾഡ് വാർ കാലഘട്ടം വരെ അത്യാവശ്യമുണ്ട് പഠിക്കാൻ. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യും, എങ്ങനെ പഠിക്കും, എങ്ങനെ പഠിച്ചാൽ ഓർമ്മ നിൽക്കും, ഇതാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഉള്ളൊരു പേടിയാണ് ഹിസ്റ്ററി ഫോബിയ. എന്താ ഈ പേടി വരാനുള്ള കാരണം? ഈ ചരിത്രം പഠിക്കുമ്പോൾ ഒരു പേടി എന്താ? ചരിത്രം പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ കൺസേൺ എന്ന് പറഞ്ഞാൽ, അയ്യോ ഈ ഡേറ്റ് ഒക്കെ പഠിക്കണമല്ലോ, ഈ വർഷങ്ങളൊക്കെ മനസ്സിലാക്കണമല്ലോ, അല്ല ഈ മാസം പഠിക്കണമല്ലോ, ഈ ആളുടെ പേര് പഠിക്കണമല്ലോ. ഇങ്ങനത്തെ ഫാക്ച്വൽ ആയിട്ടുള്ള കൺസേൺസ് ആണ് നിങ്ങളുടെ മനസ്സിനകത്ത് കയറി വരിക. ഇതിനി പഠിച്ച ഓർമ്മ നിൽക്കുമോ? ഇപ്പോൾ പഠിക്കും, ഇനി നാളെ ചോദിച്ചത് ഓർമ്മ ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ തുടക്കത്തിൽ നിങ്ങൾക്കൊരു കൺസേൺ ആയിട്ട് വരും. നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ ഈ കൺസേൺ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു ചരിത്രം ഫാക്ച്വൽ ആണ്. ഹിസ്റ്ററിക്കകത്ത് അത്യാവശ്യം എന്തുണ്ട്? ഫാക്ട്സ് ഉണ്ട്. പക്ഷെ ഫാക്ട്സ് മാത്രമാണോ? അല്ലല്ലോ. അപ്പം ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു സ്റ്റോറി ലൈൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറഞ്ഞ യുദ്ധം. ഒരു ബുക്ക് തുറന്ന് നിങ്ങൾ ബാറ്റിൽ ഓഫ് പ്ലാസി വായിക്കുകയാണെന്ന് വിചാരിക്കാം. ആദ്യം വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ വർഷമോ വ്യക്തികളുടെ പേരോ ഒന്നിനും ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. നിങ്ങൾ ആ കോണ്ടെക്സ്റ്റ് ക്ലിയർ ആക്കുക. എന്തുകൊണ്ട് ആ ബാറ്റിൽ ഓഫ് പ്ലാസി ഉണ്ടായി, ദ കോസസ് ഓഫ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി മനസ്സിലാക്കുക. ഇപ്പം രാജാവിൻ്റെ പേര് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, രാജാവിനെ X എന്നോ Y എന്നോ A എന്നോ ഇട്ടിട്ട് അങ്ങ് പറയാം. ഒരു സ്റ്റോറി ലൈൻ ആദ്യം ക്രിയേറ്റ് ചെയ്യാം. ദ കോസസ് ഓഫ് ബാറ്റിൽ ഓഫ് പ്ലാസി. ഇനി ബാറ്റിൽ ഓഫ് പ്ലാസി എങ്ങനെ നടന്നു, അതിൻ്റെ കോഴ്സ് മനസ്സിലാക്കുക. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് പ്ലാസി, ദ ഇമ്പാക്റ്റ്. ഇപ്പോൾ കോസസ്, കോഴ്സസ്, ഇമ്പാക്റ്റ്. ഇനി എനി അതർ സിഗ്നിഫിക്കൻസ്. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കുക. അപ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, എന്താണ് ആ യുദ്ധം, ആ യുദ്ധം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി രണ്ടാമത് വായിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വർഷം വായിക്കുക. ഇപ്പം നേരത്തെ നിങ്ങൾ A എന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരാളെ അഭിസംബോധന ചെയ്തിട്ടുണ്ടാവുക. അത് മാറ്റിയിട്ട്
ഇപ്പോൾ സിറാജുദ്ദൗള, റോബർട്ട് ക്ലൈവ്, ഇങ്ങനെ പേരുകൾ കൊടുക്കാം. അത് ഫാക്ട്സിനല്ല പ്രയോറിറ്റി കൊടുക്കേണ്ടത്. യു ഹാവ് ടു ഗിവ് പ്രയോറിറ്റി ടു കോൺസെപ്റ്റ്സ്. സെക്കൻഡ് റീഡിങ്ങിലോ തേർഡ് റീഡിങ്ങിലോ ഫാക്റ്റ് കൂടി അതിനകത്ത് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ദിസ് ഇസ് ഹൗ യു ലേൺ ഹിസ്റ്ററി. ഓക്കെ, ഇനി ചരിത്രം ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു കണ്ടിന്യൂറ്റി വേണം ഹിസ്റ്ററിക്കകത്ത്. ഇപ്പം ഞാൻ നിങ്ങളോടിപ്പോൾ റാൻഡമായിട്ട് തന്നൊരു ടോപ്പിക്കാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. പക്ഷേ ബാറ്റിൽ ഓഫ് പ്ലാസി പഠിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു അതിൻ്റെ കോസസ് മനസ്സിലാക്കണം എന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട് ബാറ്റിൽ ഓഫ് പ്ലാസി ഉണ്ടായി? ഇപ്പോൾ കോസസ് എന്ന് പറയുന്നത് ഒരു കോസ് ആയിരിക്കില്ല, പല കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങൾ തേടി പോകണം. ഓക്കെ, അതായത് നിങ്ങൾ ആ ഒരു ടൈം ലൈൻ അവിടെ ക്രിയേറ്റ് ചെയ്യണം, ഒരു ക്രോണോളജി ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഇവൻറ്റ് ദാറ്റ് ലെഡ് ടു ദ സെക്കൻഡ് ഇവൻറ്റ്, ദാറ്റ് ലെഡ് ടു തേർഡ് ഇവൻറ്റ്, ദാറ്റ് ലെഡ് ടു ദി കോസ്. കോസ് കാരണം കോഴ്സസ് ഉണ്ടായി, കോഴ്സ് കാരണം ഇമ്പാക്റ്റ് ഉണ്ടായി. ദിസ് ഇമ്പാക്റ്റ് വേറൊരു ഇവൻറ്റിന് കാരണമാവും. ഈ ഇമ്പാക്റ്റ് മറ്റൊരു ഇവൻറ്റിൻ്റെ കോസായി മാറും. അത് ചരിത്രം എന്ന് വെച്ചാൽ ഒരു കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് പ്രോസസ്സാണ്. വി ഹാവ് ടു ക്രിയേറ്റ് സർട്ടൻ പാരലൽ ടൈം ലൈൻസ്. നിങ്ങൾക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടി വരും? ടൈം ലൈൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ചുമ്മാ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഒരു 1526 1526 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് നടന്ന വർഷമാണ് 1526, ഒന്നാം പാനിപ്പട്ട് യുദ്ധം. ആ യുദ്ധത്തെക്കുറിച്ച് അറിയില്ലെങ്കിലും കുഴപ്പമില്ല. ആ പാനിപ്പട്ട് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് മുഗൾ എംപയർ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടത്. ബാബറാണ് മുഗൾ എംപയർ രൂപീകരിച്ചത് ആഫ്റ്റർ കണ്ടക്ടിങ് ദിസ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. അപ്പോൾ ഈ വർഷം നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ, ബാബർ ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. ബാബർ പാനിപ്പട്ട് യുദ്ധം ജയിച്ച് ബാബർ മുഗൾ എംപയർ സ്ഥാപിച്ചു. മുഗൾ എംപയർ എവിടെ ഇരിക്കുന്നത്? ഇന്ത്യയുടെ നോർത്തേൺ ഭാഗത്ത്, ഡൽഹി ആഗ്ര ഭാഗത്ത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അന്ന് സദേൺ ഭാഗത്ത് ആരാ ഭരിക്കുന്നത്? അത് ബാബർ ഉണ്ടായിരുന്ന സമയത്ത് 1526 ബാബർ ഉണ്ടായിരുന്ന സമയത്ത് നോർത്തിൽ ബാബർ ആയിരുന്നു എന്നറിയാം, സൗത്തിൽ ആരായിരുന്നു, വേറെ ആരൊക്കെ ഏതൊക്കെ ഭാഗങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു? അതിനാണ് പാരലൽ ടൈം ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 1526 ചരിത്രത്തിൽ നോർത്തിൽ ബാബർ ഉണ്ട്, സൗത്തിൽ ആ സമയത്ത് കൃഷ്ണദേവരായാണ്, വിജയനഗര എംപയറാണ്. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരും ഇന്ത്യയിലുണ്ട്. ഇവരൊക്കെ ഒരേ സമയത്ത് ഈ കാലഘട്ടത്തിൽ 16ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലുണ്ട്. ബാബർ നോർത്തിൽ, കൃഷ്ണദേവരായ സൗത്തിൽ. കോസ്റ്റൽ ഭാഗത്ത് ഓരോ സെറ്റിൽമെൻറ്റ്സുമായിട്ട് പോർച്ചുഗീസുകാർ വരുന്നു. ഗോവ ഭാഗത്ത് സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാവുന്നു. ഓക്കെ, ഇതിനാണ് പാരലൽ ടൈം ലൈൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചോള സാമ്രാജ്യം ഉണ്ടാക്കിയ കാലഘട്ടം. ഈ ചോള എംപയർ സദേൺ ഭാഗത്ത് ഉണ്ടായിരുന്ന സമയത്ത് ആരൊക്കെ നോർത്തിലുണ്ടായിരുന്നു? ആരാരെ തോൽപ്പിച്ചു? എന്തിനു തോൽപ്പിച്ചു? എങ്ങനെ തോൽപ്പിച്ചു? വാട്ട്, വൈ, ഹൗ, വേർ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ നോക്കാം. ഇത് പഠിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മാപ്പ് വരയ്ക്കണം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയുടെ മാപ്പ് നിങ്ങൾ അസ്യൂം ചെയ്യാം. നോർത്തിൽ ബാബർ, സൗത്തിൽ കൃഷ്ണദേവരായ, അല്ലേ? അങ്ങനെ മാപ്പ് വരയ്ക്കാം. ഓരോ കാലഘട്ടത്തിനും ഒരു മാപ്പ് വരയ്ക്കാം. ഇപ്പോൾ 8ാം നൂറ്റാണ്ടിലെ ചരിത്രം അതൊരു മാപ്പിൽ നിങ്ങൾക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. 9ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ അതിൽ ചില മാറ്റങ്ങൾ വരും. 10ാം നൂറ്റാണ്ടിൽ വരുമ്പോൾ വീണ്ടും മാപ്പിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഓരോ നൂറ്റാണ്ടിനും ഓരോ മാപ്പ് വരച്ച് പഠിക്കാം. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെ ഭരിച്ചിരുന്നു, ആ ഒരു കാലഘട്ടം നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. സോ മാപ്സ് ക്യാൻ ആക്ട് ആസ് മെമ്മറി ഹൂക്സ്. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കും മാപ്പ് വരച്ച് പഠിക്കുക. ഇനി ഇതിനകത്ത് എന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് ലിങ്കേജ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി എന്താ പറയുക, ഒരു സ്റ്റാച്യു ഇനോഗ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ന്യൂസിൽ കണ്ടാൽ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് UPSCക്ക് ചോദിക്കാം. ചിലപ്പോൾ അത് ആരുടെ സ്റ്റാച്യു ആണെന്ന് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ റീസെൻ്റ്ലി എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം രാമാനുജാര്യ എന്ന് പറഞ്ഞ ഒരു ഭക്തി സെയിൻ്റെ സ്റ്റാച്യു നരേന്ദ്രമോദിജി ഇനോഗ്രേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ രാമാനുജാര്യ ആരാന്ന് അറിയണം. രാമാനുജാര്യയുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് അറിയണം. സെയിൻറ്റ് രാമാനുജയുടെ കോൺട്രിബ്യൂഷൻ അത് ആരായിരുന്നു, ഇതൊക്കെ അറിയണം.
ഇതിന്ന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അന്ന് കറണ്ട് അഫയേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നുകൊണ്ട് ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ദ്രൗപദി മുർമു നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശബരിമല വിസിറ്റ് ചെയ്തു. അതൊരു കറണ്ട് അഫയേഴ്സാണ്. മേ ബി ശബരിമലയെക്കുറിച്ച് ചോദ്യം വരാം. എക്സ്പെക്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോണ്ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ആയിക്കോട്ടെ, നിങ്ങളത് ഇതുമായിട്ട് നിങ്ങൾ പഠിക്കുന്നതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാം, ലിങ്ക് ചെയ്ത് കൊണ്ടുപോകാം. ഇനി പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം പ്രിലിംസിനും മെയിൻസിനും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾക്കൊരു സ്റ്റോറി ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്റ്റോറി ലൈനിൽ നിന്നും ഫാക്ച്വലായിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതണം. ഇപ്പോൾ ഞാൻ ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ പഠിപ്പിച്ചില്ലേ, ബാറ്റിൽ ഓഫ് പ്ലാസി എന്നൊരു കഥയുണ്ട്, അതൊരു സ്റ്റോറിയാണ്. അപ്പോൾ ആ സ്റ്റോറി ഞാൻ പറഞ്ഞ സമയത്ത് അതിൽ നിന്നും ഓരോ രാജാക്കന്മാരുടെ പേരെടുത്ത് മാറ്റുക, വർഷം എടുത്ത് മാറ്റുക, ചില കീ വാക്കുകൾ കീ വേർഡ്സ് ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക. ഇതൊക്കെ പ്രിലിംസിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. കീവേഡ്സ്, ടേംസ്, മേ ബി ക്രോണോളജി, കുറേ ഇവൻറ്റുകൾ തന്നിട്ട് അത് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനൊക്കെ ചോദിക്കും. സൈറ്റുകൾ, ഇൻഡസ് വാലി സിവിലൈസേഷനൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആ സിവിലൈസേഷനിലെ ചില പ്രധാനപ്പെട്ട സൈറ്റുകൾ, ഹാരപ്പ, മൊഹൻജദാരോ, ധോളാവിര, അതെവിടെയൊക്കെയാണ് ഇരിക്കുന്നത്, അത് ഏത് റിവറിൻ്റെ ബാങ്ക്സിലാണ്, എന്തൊക്കെയാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഫൈൻഡിങ്സ്, ഇതൊക്കെ പ്രിലിംസിന് ക്വസ്റ്റ്യൻ വരാം. മെയിൻസിലേക്ക് വരുമ്പോഴോ കോസസ്, കോൺസിക്വൻസസ്, ക്രിട്ടിക്കൽ അനാലിസിസ്, സിഗ്നിഫിക്കൻസ്, ഇതൊക്കെയാണ് കുറച്ചൊരു കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ മെയിൻസിന് വന്നു. അപ്പം നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫാക്ച്വൽ ആയിട്ടുള്ള നോട്ടും കയ്യിലുണ്ടാവണം, കോൺസെപ്ഷ്യൽ നോട്ടും കയ്യിലുണ്ടാവണം. കോൺസെപ്ഷ്യൽ നോട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, മെയിൻസിൻ്റെ ആംഗിൾ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു ഫ്രെയിം വർക്ക് മനസ്സിൽ വെച്ചേക്കുക. സ്പെക് ഫ്രെയിം വർക്ക്, അതായത് സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, കൾച്ചറൽ. ബാറ്റിൽ ഓഫ് പ്ലാസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ദ സോഷ്യൽ കോസസ് ഓഫ് ബാറ്റിൽ ഓഫ് പ്ലാസി ചുമ്മാ ഞാൻ പറയുകയാണ്. അല്ലെങ്കിൽ ഇവിടെ 1857 റിവോൾട്ട് എടുക്കുന്ന സമയത്ത് 1857 revolt, what were the social causes of 1857 revolt? What were the economic causes of 1857 revolt? What were the political causes of 1857 revolt? What was the cultural causes of 1857 revolt? അത് സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്, കൾച്ചറൽ, ഈ 4 കാര്യങ്ങളിൽ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ 18ാം നൂറ്റാണ്ട്, 18th സെഞ്ച്വറി എന്നൊരു സെഞ്ച്വറിയെക്കുറിച്ചാണ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ സെഞ്ച്വറിയിലെ സൊസൈറ്റി എങ്ങനെയായിരുന്നു, സൊസൈറ്റി എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥ, അവിടുത്തെ കാസ്റ്റ് സിസ്റ്റം, ഇതൊക്കെ. ഇനി അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്തായിരുന്നു, ആരൊക്കെയായിരുന്നു രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാർ, അവരുടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു, അവരുടെ പോളിസീസ് എങ്ങനെയായിരുന്നു. ഇനി അവിടുത്തെ എക്കണോമിക് കണ്ടീഷൻ എങ്ങനെയായിരുന്നു, ട്രേഡ് എത്രമാത്രമുണ്ട്, അഗ്രികൾച്ചർ എത്രമാത്രമുണ്ട്, എത്രമാത്രം റവന്യൂ ഇവർക്കുണ്ട്, റവന്യൂ എത്രമാത്രം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. കൾച്ചറൽ ആംഗിൾ എടുക്കുകയാണെങ്കിൽ 18ാം നൂറ്റാണ്ടിലെ ആർട്ട് ഫോംസ്, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, സയൻസ് ആൻഡ് ടെക്നോളജിയിലൊക്കെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ലേ, റിലീജിയസ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എപ്പോഴും ഈ ഒരു ഫ്രെയിം വർക്കിൽ വേണം മെയിൻസിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ. മെയിൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ചിന്തിക്കേണ്ട സമയം കുറേയൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. ഓൾറെഡി നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ നോട്ട് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഹിസ്റ്ററി അപേക്ഷിച്ച് വലിയൊരു ഫാക്ടറാണ്. പഠിച്ച കാര്യങ്ങൾ ഓർമ്മ നിൽക്കാനും ഒരു ഫ്രെയിം വർക്ക് ജനറേറ്റ് ചെയ്യാനും മെയിൻസിന് ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യാനും ഒക്കെ ഒരു നോട്ട് എപ്പോഴും കയ്യിൽ വേണം. അതുണ്ടാക്കേണ്ട രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ സിലബസ് മനസ്സിലായി, ട്രെൻഡ് മനസ്സിലായി, ചാപ്റ്റേഴ്സൊക്കെ മനസ്സിലായി, എങ്ങനെ പഠിക്കണമെന്ന് മനസ്സിലായി, ബുക്കും കിട്ടി, നിങ്ങളൊരു നോട്ടും പ്രിപ്പയർ ചെയ്തു. ഇതുകൊണ്ട് മാത്രം കാര്യമില്ല. ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഷുഡ് ബി റിവിഷൻ. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി നിങ്ങളുടെ നോട്ട് പ്രിപ്പയർ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. നോട്ട് പ്രിപ്പയർ ചെയ്ത് മാത്രം കാര്യമുണ്ടോ? ഇല്ല. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കിരുന്ന് വായിക്കണം. ഹിസ്റ്ററി ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ മെമ്മറൈസ് ചെയ്യണം എന്നാണ്. ഹിസ്റ്ററിക്കകത്ത് മെമ്മറൈസ് ചെയ്യേണ്ട ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ചില ഫാക്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് മെമ്മറിയിലേക്കകത്ത് കയറ്റേണ്ട സാധനങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ റിവൈസ് ചെയ്തേ പറ്റൂ. എത്ര വട്ടം നിങ്ങൾ റിവൈസ് ചെയ്യുന്നു അത്രയും കാര്യങ്ങൾ ഓർമ്മ നിൽക്കും. അത് എഴുതി പഠിക്കാം, വായിച്ചു പഠിക്കാം, മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന പോലെ പഠിക്കാം. അല്ല, ദർ ആർ ന്യൂമറസ് ടെക്നിക്സ് ഫോർ റിവിഷൻ. ഇതെല്ലാം കഴിയുമ്പോൾ ഹിസ്റ്ററി നിങ്ങൾ തറവായിരിക്കും.
എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും, അതിന് ഞാൻ ഗ്യാരണ്ടി. പക്ഷേ ഈ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ, ഏകദേശം ഹിസ്റ്ററിയെക്കുറിച്ചുള്ള കൺഫ്യൂഷനും കൺസേൺസൊക്കെ കുറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റില്ല, നിങ്ങൾ ഇനി പഠിച്ച് തുടങ്ങുമ്പോഴേ അതിൻ്റെ കൺസേൺസ് നിങ്ങളത് അഡ്രസ്സ് ചെയ്യപ്പെടുള്ളൂ. പക്ഷെ എന്നാലും കുറേയൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ സെഷൻ കൊണ്ട്. അതായിരുന്നു എൻ്റെ അജണ്ട. ഓക്കെ, സോ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ ഓരോ സ്ട്രാറ്റജിക് സെഷൻസ് മറ്റുമൊക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. So for the time being, signing off. Thank you.